എപ്പിസോഡ് 22 എല്ലാവർക്കും സ്വാഗതം. അടുത്ത സീനിൽ പാറുവിന്റെ അടുത്ത് വരുന്ന പൂജാരി ഏതോ ഒരു വലിയ ഗുരുജിയോട് സംസാരിച്ചു എന്നും അദ്ദേഹം ഒരു മാന്ത്രിക കുപ്പി കൊടുത്തു എന്നും ആ മാന്ത്രിക കുപ്പിയിൽ 100 വർഷം പഴക്കമുള്ള ആൽമരത്തിന്റെ താഴെയുള്ള മണ്ണ് ഈ കുപ്പിയുടെ അകത്ത് ഇട്ടാൽ യശസ്സിനെ കുപ്പിയുടെ അകത്ത് ആക്കാൻ കഴിയുമെന്ന് പറഞ്ഞ് പൂജാരി കുപ്പി പാറുവിന്റെ കയ്യിൽ കൊടുക്കുകയാണ്. ശേഷം പാറു 100 വർഷം പഴക്കമുള്ള ആൽമരമുള്ള സ്ഥലത്ത് പോവുകയാണ്. ആൽമരത്തിന്റെ അടുത്ത് പോകണമെങ്കിൽ അതിന് മുമ്പിലുള്ള ചെളി പുതഞ്ഞു കിടക്കുന്ന സ്ഥലം കഴിഞ്ഞ് വേണം പോകാൻ. അത് മനസ്സിലാക്കുന്ന പാറു കുപ്പി ഷോളിന്റെ തുമ്പിൽ കെട്ടിയിട്ടിട്ട് പതുക്കെ ചെളിയിലേക്ക് നടക്കുകയാണ്. ഗണപതിയെയും ശിവഭഗവാനെയും വിളിച്ചാണ് പാറു ഓരോ ചുവടും വയ്ക്കുന്നത്. പകുതി എത്തുമ്പോഴേക്കും പാറു ചെളിയിലേക്ക് വീഴുകയാണ്. അവിടെ നിന്ന് പാറു കയറാൻ ശ്രമിക്കുമ്പോൾ പാറു ചെളിയിലേക്ക് താഴ്ന്നു പോവുകയാണ്. ശങ്കറിനെ രക്ഷിക്കാൻ എന്തും ചെയ്യുമെന്ന് പറഞ്ഞ് പാറു മുകളിലേക്ക് കയറാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ പാറു താഴേക്ക് പോവുകയാണ്. അവസാനം ചെളിയിൽ മുങ്ങിപ്പോകുന്ന പാറു ഗണപതിയെ വിളിക്കുകയാണ്. അപ്പോൾ ആൽമരത്തിന്റെ ഒരു കൊമ്പ് ഒടിഞ്ഞ് താഴേക്ക് വീഴുകയാണ്. അപ്പോൾ പാറു അതിൽ പിടിച്ച് മുകളിലേക്ക് കയറി വരികയാണ്. അവസാനം ചെളിയുടെ പുറത്ത് വരുന്ന പാറു ആൽമരത്തിന്റെ താഴെയുള്ള മണ്ണെടുത്ത് കുപ്പിയിലാക്കുകയാണ്. ശേഷം പാലസിലേക്ക് പോവുകയാണ്. തുടർന്ന് പാലസിൽ വരുന്ന പാറു പൂജയ്ക്കുള്ള സമയമായി എങ്ങനെ കുളിക്കാതെ പാലസിന്റെ അകത്ത് കയറുമെന്ന് ആലോചിച്ച് വിഷമിച്ച് നിൽക്കുമ്പോൾ ശങ്കറും ബബ്ലിയും കൂടി ഓസ് വഴി വെള്ളം ഒഴിച്ച് പാറുവിനെ കുളിപ്പിക്കുകയാണ്. കുളിക്കാൻ പറ്റിയതിന്റെ സന്തോഷത്തിൽ പാറു സന്തോഷത്തോടെ കുളിക്കുകയാണ്. ആ സമയം അതെല്ലാം കണ്ട് അവിടെ വരുന്ന ജ്യോതി പാറുവിനോട് ദേഷ്യപ്പെട്ട് സംസാരിക്കുകയും എന്നിട്ട് ശങ്കറിനെ വിളിച്ചുകൊണ്ട് അവിടെ നിന്ന് പോവുകയും ചെയ്യുകയാണ്. അത് കണ്ട് വിഷമിച്ച് നിൽക്കുന്ന പാറുവിനോട് ബബ്ലി സാരമില്ല വിഷമിക്കേണ്ട എന്നൊക്കെ പറഞ്ഞ് ബബ്ലി പാറുവിനെ സമാധാനിപ്പിക്കുകയാണ്. അടുത്ത സീനിൽ വിനായക ചതുർത്ഥിയുടെ പൂജ നടക്കുകയാണ്. ഇവിടെ അടുത്തായി മാറി നിൽക്കുകയാണ് മോഹിനിയുടെ അടുത്ത് വരുന്ന പാറു കയ്യിൽ ആരും കാണാതെ കുപ്പി വെച്ചിട്ട് ഇന്ന് രക്ഷസ് ഇവിടെ വന്നാൽ ഈ കുപ്പിക്കകത്താക്കുമെന്ന് പറഞ്ഞ് സന്തോഷത്തോടെ നിൽക്കുകയാണ് പാറു. തുടർന്ന് പാറു പൂജ ചെയ്യാൻ വേണ്ടി പോകുമ്പോൾ ജ്യോതി പാറുവിനെ തടയുകയാണ്. എന്നിട്ട് ജ്യോതി പാറുവിനോട് ഇത് കുടുംബത്തിലുള്ളവർ ചെയ്യേണ്ട പൂജയാണെന്നും ജോലിക്കാരിക്ക് ഇതൊന്നും ചെയ്യാൻ കഴിയില്ല എന്നും പറയുമ്പോൾ അത് കേൾക്കുന്ന ശങ്കർ ജ്യോതിയോട് പാറു ഈ പൂജ ചെയ്യുമെന്നും നമ്മൾ ഫാമിലി ഡിന്നറിനല്ല വന്നിരിക്കുന്നത് പൂജ ചെയ്യാനാണ്, ഗണപതിയുടെ പൂജ ചെയ്യാൻ എല്ലാവർക്കും അവകാശമുണ്ടെന്ന് ശങ്കർ പറയുന്നത് കേൾക്കുന്ന പാറു ഗണപതിക്ക് ആരതി ഒഴിയുകയാണ്. ഇതെല്ലാം മാറി നിന്ന് മോഹിനി കാണുകയാണ്. മോഹിനി ദുൽചന്ദിനെ കൊണ്ട് മാറ്റിവെച്ച വിളക്ക് കൊണ്ടാണ് പാറു ആരതി ഒഴിയുന്നത്. മോഹിനി എന്തോ പ്ലാൻ ചെയ്തിട്ടുണ്ട്. പാറു ആരതി ഒഴിയുന്നത് നോക്കി നിൽക്കുകയാണ് മോഹിനി. പ്ലാൻ എന്താണ് വർക്ക് ആകാത്തതെന്ന് ആലോചിച്ച് നിൽക്കുകയാണ് മോഹിനി. ഈ സമയം എല്ലാവരും കണ്ണടച്ച് പ്രാർത്ഥിച്ച് നിൽക്കുകയാണ്. അപ്പോൾ പാറുവിന്റെ കയ്യിലിരിക്കുന്ന തട്ടത്തിലിരിക്കുന്ന വിളക്കിലെ ദീപം ഉയർന്നു വരുന്നത് മോഹിനിയും പാറുവും കാണുകയാണ്. ഈ ദീപം രക്ഷസിനെ കാണിച്ചു തരുമെന്ന് പറഞ്ഞ് സന്തോഷത്തോടെ നിൽക്കുകയാണ് പാറു. അപ്പോൾ ആ ദീപം പോകുന്നത് കാണുന്ന പാറു ആ ദീപത്തിന്റെ പുറകെ പോകാൻ നോക്കുമ്പോൾ സൗദാമിനി പൂജ തീർന്നിട്ട് പോയാൽ മതി എന്ന് പറയുകയാണ്. അത് കേട്ട് വിഷമിച്ച് നിൽക്കുകയാണ് പാറു. ഈ സമയം ദീപം മോഹിനിയുടെ നേരെ വരുന്നത് കാണുന്ന മോഹിനി അവിടെ നിന്ന് ഓടിപ്പോവുകയാണ്. പാറുവിനെ സൗദാമിനി വഴക്ക് പറയുന്നത് കാണുന്ന ശങ്കർ പാറുവിന്റെ കയ്യിൽ നിന്നും തട്ടം വാങ്ങിയിട്ട് പാറുവിനോട് പോകാൻ പറയുകയാണ്. ശേഷം പാറു അവിടെ നിന്ന് പോവുകയാണ്. എന്നിട്ട് ദീപം എവിടെയെന്ന് നോക്കി പാറു പോകുമ്പോൾ പാറു തട്ടി വീഴുകയും പാറുവിന്റെ കയ്യിലിരിക്കുന്ന കുപ്പി തുറക്കുകയും ഉരുണ്ടുപോയി ഒരു സൈഡിൽ മറിഞ്ഞിരിക്കുകയും ചെയ്യുകയാണ്. പാറുവിന്റെ തല ഇടിച്ച് വീണതുകൊണ്ട് പാറുവിന് മങ്ങിയ രീതിയിൽ മാത്രമേ കാണാൻ കഴിയുന്നുള്ളൂ. ഈ സമയം അവിടെ വരുന്ന മോഹിനി ആ കുപ്പിയിലേക്ക് പോവുകയാണ്. എല്ലാം അവ്യക്തമായി പാറു കാണുകയാണ്. പാറുവിന് രക്ഷസ് കുപ്പിയില്ല എന്ന് മനസ്സിലാവുകയാണ്. തുടർന്ന് പാറുവിന്റെ ബോധം പോകുന്നു. കുപ്പിയിൽ ആരാണ് ആക്കിയതെന്ന് ആലോചിച്ച് നിൽക്കുകയാണ് മോഹിനി. പ്രവേശത്ത് പൂജ കഴിയുമ്പോൾ എല്ലാവരും പാറു എവിടെയെന്ന് അന്വേഷിക്കുകയാണ്. പാറു ബോധമില്ലാതെ കിടക്കുന്നത് കാണുന്ന എല്ലാവരും പാറുവിനെ വിളിക്കുകയാണ്. പാറുവിന്റെ മുഖത്ത് വെള്ളം ഒഴിക്കുമ്പോൾ കണ്ണു തുറക്കുന്ന പാറു കുപ്പി എവിടെയെന്ന് നോക്കുകയാണ്. പാറുവിനെ എണീറ്റ് നിൽക്കാൻ കഴിയാത്തത് കൊണ്ട് ശങ്കർ പാറുവിനെ എടുത്തുകൊണ്ട് പോവുകയാണ്. അപ്പോഴും ബോട്ടിൽ എവിടെയാണ് വീണതെന്ന് നോക്കുകയാണ് പാറു. ഈ സമയം കുപ്പിക്കകത്ത് വിഷമിച്ചിരിക്കുന്ന മോഹിനിക്ക് ഇതെല്ലാം പാറുവാണ് ചെയ്തതെന്ന് മനസ്സിലാവുകയാണ്. അപ്പോൾ നീ തെറ്റാണ് ചെയ്തത് പാറു, ഈ ബോട്ടിൽ നിന്ന് പുറത്തിറങ്ങിയാൽ നിന്നെ ഞാൻ വെറുതെ വിടില്ല നാഗമേ എന്ന് പറഞ്ഞ് ദേഷ്യത്തോടെ ഇരിക്കുകയാണ് മോഹിനി. മോഹിനിക്ക് ബോട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ കഴിയുമോ എന്നറിയാൻ അടുത്ത എപ്പിസോഡ് ഇടുന്നവരെ വെയിറ്റ് ചെയ്യണേ. താങ്ക് യു. ഈ എപ്പിസോഡിന്റെ ഫുൾ വീഡിയോ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്.